Dzień dobry, ഗുഡ് മോർണിംഗ് നമസ്കാരം. ദിസ് ഇസ് യുവർ ഫാബ് ഫ്രം സപ്പോർട്ട്. സപ്പോർട്ടിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ എണീറ്റ് ബെഡെല്ലാം മര്യാദയ്ക്കാക്കി, ടേബിളെല്ലാം ക്ലിയർ ആക്കി, ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ വെച്ച് നേരെ സപ്പോർട്ട് ബീച്ചിലേക്ക് വന്നു. ബീച്ചിൽ രാവിലെ മാരത്തോൺ നടക്കുകയാണ്, സ്വിമ്മിങ് മാരത്തോൺ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് ഒരു സ്വിമ്മിങ് മാരത്തോൺ. അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. ആ വീഡിയോസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സേഫ്റ്റിയാണ്. ഈ ബീച്ച് പോലീസും ബീച്ച് പെട്രോളിങ്ങും ബാക്കി സേഫ്റ്റിയുടെ ആൾക്കാരും എന്താ പറയുക സ്വിമ്മേഴ്സും അങ്ങനെ ഈ മാരത്തോണിനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ആ മാരത്തോണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിലുള്ളവർ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് സേഫ്റ്റി. സേഫ്റ്റി ഈസ് ദ ഫസ്റ്റ്. സോ നമ്മൾ ഓൾറെഡി അത് ചെയ്യണ കാര്യമാണ്. എന്നാലും ഒരിക്കൽ കൂടി ഞാനത് ഓർപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എവരിവെയർ മറ്റേ ഷിപ്പുകളാണ് സേഫ്റ്റിയുടെ ആൾക്കാരുടെ. പിന്നെ വാച്ചേഴ്സ് ഉണ്ട്, സ്വിമ്മേഴ്സ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെ തരത്തിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ, ജെറ്റ് സ്കീ ഉണ്ട്. എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട് അവർക്ക്. ഇവിടെ നിന്നാണ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കുറച്ച് കഴിയുമ്പോൾ മാരത്തോൺ സ്റ്റാർട്ടാവുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ നിന്ന് കുറച്ച് ഷൈ ആയിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ. ഞാൻ മാത്രമേ ഉള്ളൂ. വേറൊരു രാജ്യത്ത് നിന്ന് മാക്സിമം ആൾക്കാരും പോളിഷുകാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവരുടെ വൈറ്റ് സ്കിൻ ആയതുകൊണ്ട് ഏത് രാജ്യമെന്ന് നമുക്ക് ഇങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല. എന്തായാലും പരിപാടി ഞാൻ റേസിസം പറഞ്ഞല്ല കേട്ടോ, ഞാൻ പറഞ്ഞാണ് എനിക്ക് ചെറിയ ഷൈ ആയിരുന്നു. എന്നാലും ഞാനിതൊന്നും മൈൻഡ് ആക്കാണ്ട് വീഡിയോ എടുത്തു. കാരണം നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി അതും ഇന്ത്യക്കാരുടെ സിവിക് സെൻസ് എന്ന് പറയുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഞാൻ വീഡിയോ എടുത്തു. ഞാൻ കാശ് മുടക്കി പോയതാണ്. പിന്നെ ഒരു പബ്ലിക് പ്ലേസ് ആണ്. ആ ഒരു ധൈര്യത്തിൽ ഞാനവിടെ വീഡിയോ എടുത്തു, അത്ര തന്നെ. അപ്പോൾ മാരത്തോൺ ഇപ്പോൾ തന്നെ തുടങ്ങും. അവിടെ പോലീസിലതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വേറെ ഈ സേഫ്റ്റിയുടെയും കാര്യങ്ങളുടെയും കുറച്ചുകൂടി വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. മാരത്തോൺ തുടങ്ങിയിട്ട് വേണം അവിടെ ചെന്നിട്ട് വീണ്ടും വീഡിയോസ് എടുക്കാനായിട്ട്. അതിനിടയിലുള്ള വീഡിയോസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ട്യൂബ് നിറച്ചിട്ടുള്ള ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാർ ഇവിടെ പട്ടിയൊക്കെ ആയിട്ട് അവരുടെ പെറ്റൊക്കെ ആയിട്ട് നൈസായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെയാണ്, അധികം തിരക്കൊന്നുമില്ലെങ്കിലും ഈ മാരത്തോൺ കാണാനും അവരുടെ വീട്ടുകാരും പിന്നെ ടൂറിസ്റ്റേഴ്സും അങ്ങനെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ മാരത്തോൺ സ്റ്റാർട്ടായി. ഇവർ ഗ്രൂപ്പായിട്ടാണ് മാരത്തോൺ ലൈക്ക് ആൾക്കാരെ വിടുന്നത്. 10 പേരുടെ ഗ്രൂപ്പ് അല്ലാണ്ട് 15 പേരുടെ ഗ്രൂപ്പ്. കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ബീച്ചിനൊരു കുഴപ്പം എന്ന് വെച്ചാൽ ബീച്ചിന് അധികം ആഴമില്ല. കാരണം ഞാൻ ഇവിടെ ഇറങ്ങിയായിരുന്നാണ്. അധികം ആഴമില്ലാത്തതുകൊണ്ട് ആ സ്ഥലം ആഴമുള്ള സ്ഥലം നോക്കിയിട്ട് സ്വിം ചെയ്യണം. അതാണ് അവർ അങ്ങനെ ഒത്ര ഓടിപ്പോണത്. നമ്മുടെ നാട്ടിൽ ബീച്ചെല്ലാം പോലെ ഇച്ചിരി ആഴമുള്ള സ്ഥലങ്ങളല്ല അവിടെ. പിന്നെ വേവ്സും ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇവിടെ സർഫിംഗ് ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ അടുത്ത ഗ്രൂപ്പ് ഇറങ്ങി. പക്ഷേ എനിക്ക് മൊത്തത്തിൽ മാരത്തോൺ കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഇവിടെ നിന്ന് റൂമിൽ ചെന്നിട്ട് വേണം സാധനങ്ങൾ എടുത്തിട്ട്. കാരണം എൻ്റെ ചെക്കൗട്ടിൻ്റെ ടൈമായിരുന്നു. ചെക്കൗട്ട് 11 മണിക്കാണ്. ഞാനൊരു 10:30 റൂം എത്താൻ പാകത്തിന് പോയി. അതുകൊണ്ട് നേരെ പോണയ്ക്ക് മുമ്പ് ഞാൻ PGNസിൻ്റെ അടുത്ത് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ PGNസ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 PGനൊക്കെ ഒരുമിച്ച് വന്ന് കയ്യിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കൊത്തി തന്നു. എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു മുകളിലുള്ള ഇതിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലേക്ക് കയറിയിരുന്ന് ഞാൻ രണ്ടാമത്തെയോടെയും കയ്യിലേക്ക് കയറിയിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ കയറിയില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കൂട്ടുകാരൻ അത് കറക്റ്റായിട്ട് വീഡിയോ കൊണ്ട് എടുത്തു. അടിപൊളിയായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ പേര് റാം എന്നാണ്. ആൾ നേപ്പാളിയാണ്. ആളെൻ്റെ കൂടെ ഒരു 2 കൊല്ലമായിട്ടുണ്ട്. ഞങ്ങളതിനെ ഒരുമിച്ചാണ് ട്രിപ്പ് പോണതും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നതൊക്കെ. അടിപൊളി മനുഷ്യനാണ്. അത് ഞാൻ പറയണ പോലെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തരും. അടിപൊളി മനുഷ്യനാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ് എടുത്ത വീഡിയോ ആണിത്. ഞാൻ റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വിശന്നു വലഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു സ്റ്റേഷനിൽ കയറി നേരെ ഫുഡ് കഴിച്ചു. അതിനെ കനാപ്കി എന്ന് പറയണത് ഇവിടെ സാൻഡ്വിച്ചിന്. അങ്ങനെ ട്രെയിൻ കയറി റേതിലേക്ക് പോകാൻ നിൽക്കുന്നതാണ് കാണുന്നത്. ഇവിടുത്തെ ട്രെയിനൊക്കെ കണ്ടത് എന്ത് ക്ലീനാണെന്ന് നോക്കി, ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി, അടിപൊളി. അതുപോലെ നമ്മുടെ നാട്ടിൽ ട്രെയിനൊക്കെ ക്ലീൻ ആയിട്ട് ഇരുന്നായിരുന്നു എന്ത് അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ട്രെയിനൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ട്രെയിനൊക്കെ ഇങ്ങനെ ആൾക്കാർ വൃത്തികേടായിട്ട് ടൂറിസ്റ്റേഴ്സ് കാണുന്നതുകൊണ്ടാണ് നമുക്ക് സിവിക് സെൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ട്രെയിൻ അടിപൊളിയായിട്ടിരിക്കുമ്പോൾ അത് പയ്യെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ പയ്യെ അവിടെ ചെളിയും സാധനങ്ങളൊക്കെ ആവും. അപ്പോൾ ഈ ടൂറിസ്റ്റേഴ്സ് വിചാരിക്കും നമ്മുടെ മിസ്റ്റേക്കാണ്, നമുക്ക് സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ അവസ്ഥയാണ്, നമ്മൾ സഹിച്ചു തന്നെ പറ്റുള്ളൂ. ഈ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടില്ലേ, ഇത് പോളണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രെയിൻ സ്റ്റേഷനിലും ഉണ്ട്.
അങ്ങനെ നമ്മൾ റേദ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് എത്തി. നമ്മൾ രണ്ടാമത്തെ ദിവസം താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത റൂമാണ് എയർബിഎൻബിയിൽ. ഗഡാൻസ്കിയിൽ നിന്ന് ഒരു 45 മിനിറ്റ് നമ്മൾ മാറിയിട്ടാണ് റേദ ഉള്ളത്. അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. കാരണം നല്ല പീക്ക് സമ്മർ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടും നല്ല പൈസയാണ് ബാക്കിയുള്ളത്. ഇത് നാട്ടിലൊരു 7000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. പക്ഷേ രണ്ടുപേർക്ക് ഈ ടൈമിൽ ഇങ്ങനൊരു റൂം 300 സ്ലോട്ടിക്ക്, അതായത് 7000 രൂപയുടെ ഒരു റൂം കിട്ടാന്ന് പറയുന്നത്, അതും പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ്, 2 റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കിച്ചണൊക്കെ കണ്ടില്ലേ, ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് നിങ്ങളെ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഓവനും കിച്ചണും കബോർഡൊക്കെ കണ്ടില്ലേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കുക. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, സ്പൂൺസ്, അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. ഞാനിങ്ങനെ ഓരോ കബോർഡൊക്കെ ആയിട്ട് തുറന്നു നോക്കായിരുന്നു. കാരണം ഒന്നാമത്തെ എനിക്ക് വീഡിയോ എടുക്കണമെന്നും പിന്നെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ എല്ലാ കബോർഡുകളും പയ്യെ തുറന്നു നോക്കി, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു. കപ്പിന് കപ്പ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഹാപ്പി ആയിരുന്നു അവിടെ. പക്ഷെ ഞങ്ങൾക്ക് 2 മണിക്കൂർ അവിടെ ചിലവഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് വേണം നമുക്ക് ഡാൻസ്ക്ക് പോകാനായിട്ട്. നല്ലൊരു ബാൽക്കണി, നല്ല സൗകര്യമുള്ള ബാൽക്കണി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് ആണ് ആ കൗച്ച് എടുത്തത്. അവിടെ കിടന്നുറങ്ങാൻ നല്ല അത്യാവശ്യം സ്പേസുള്ള സ്ഥലം. അങ്ങനെ ഞാൻ എൻ്റെ ബെഡ്റൂം നോക്കാൻ വേണ്ടി പോയി. എൻ്റെ റൂം അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഈ തവണ ഈ റൂം ഞാൻ എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂട്ടുകാരന് ബെഡ്റൂം കൊടുത്തിട്ട് ഞാൻ കൗച്ചിലാണ് കിടന്നത്. അപ്പോൾ ഈ തവണ ഞാനത് മാറ്റി പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെയാണ്, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എപ്പോഴും ജീവിച്ചു പോകുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. Alex. Jak prawda? Jak prawda? Хорошо. Хорошо, super. He's our Uber driver, a Bolt driver. He's a good guy. He's talking Russian, Ukrainian, Polish very well. English też? No English. I'm sorry. No, But he's a good speak driver. English. No. His name is Alexander. It's a great ride, I feel like, you know. Ram, all cool? My friend Ram is also in the back. We are going to be the beach in the Sopot. We got accommodation in, like Airbnb in Reda. It's like 30 minutes from Sopot. So, no, 30 minutes from Gidania, 45 minutes almost from Sopot. So, we have to take a boat to the railway station. Then we take a railway station to train station. But our friend Alexander, he offer us maybe if there is any delay from Sopot to here, he ready to pick us from Sopot. So, może być zabrać tam na Sopot też tutaj, tak? സോ ബാക്ക് സപ്പോർട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സപ്പോർട്ട് ബീച്ചിലെത്തി. സപ്പോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ബീച്ചിലിറങ്ങിയപ്പോൾ എൻ്റെ സാറേ ഒന്നും പറയാനില്ല, സ്വർഗം മാമ. എത്ര നാൾക്ക് ശേഷം എന്നറിയാമോ ഞാൻ ബീച്ചിൽ ഒന്ന് നീന്തണേന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ ചെറായിൽ നീന്തിയ പിന്നെ ഇപ്പോഴാണ്, ചെറായി എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ളൊരു ബീച്ചാണ്, അവിടെ നീന്തിയ പിന്നെയാണ് ഇപ്പോഴാണ് ഒരു 5 വർഷത്തിന് ശേഷം ആയിരിക്കും, 5 3 കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ അവിടത്തെ പോലെയല്ല, ഇവിടുത്തെ വെള്ളം നമ്മുടെ മൊത്തം വിറപ്പിച്ചളയും. നല്ല രീതിയിൽ ഞാൻ വിറച്ചു, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ബീച്ചിന് അത്രയും ആഴമില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, ഞാനിവിടെ ഇറങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലായി. ബീച്ചിന് ഒട്ടും ആഴമില്ല, നമ്മുടെ നാട്ടിലെ പോലെ അത്ര ആഴമില്ല. പിന്നെ അധികം തിരമാലകളില്ല. പക്ഷെ ഞാൻ നല്ല രീതിയിൽ നീന്തി, നല്ല ആറ്റിൽ നീന്തണ പോലെ നീന്തി. പിന്നെ ചില വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ എണ്ണ തേച്ച് സോപ്പൊക്കെ ഇട്ട് നീന്താനും നിന്നില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം സിക്സ് സെൻസ് ഒക്കെ ഉണ്ട്. മലയാളികൾ അങ്ങനെയാണല്ലോ. ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞു എന്നുള്ളൂ, കാരണം ഞാൻ പല വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പിന്നെ നാട്ടിലെ പോലെ കണ്ണിലേക്ക് വെള്ളം തെറിക്കുമ്പോൾ അങ്ങനെ നീറ്റലൊന്നും ഉണ്ടായില്ല. നാട്ടിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണോ എന്ന് എനിക്കറിയില്ല, ഇവിടെ ഉപ്പിൻ്റെ അംശം കുറഞ്ഞിട്ടാണോ എന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കങ്ങനെ കണ്ണൊന്നും നീറിയില്ല. പക്ഷേ വായിലിടയ്ക്ക് വെള്ളം പോകുമ്പോൾ നല്ല ഉപ്പ് രസം ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ബീച്ചിൽ പോയി നമ്മൾ നീന്തുന്നത് നമ്മുടെ ബോഡി മൊത്തം അടിപൊളിയായി കിട്ടും നമുക്ക്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. എന്തായാലും എനിക്കിഷ്ടമായി. നമുക്കിനി അവനോട് എനിക്ക് ഇവൻ്റെ അഭിനയം കാണുമ്പോൾ ഇവൻ പറയും ഇവന് തണുത്തില്ലാന്ന്. എന്തായാലും നമ്മളവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് നേരെ ഒലിവിയ റെയിൽവേ സ്റ്റേഷൻ പിടിച്ച്. ഒലിവിയ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഒരു വഴിയാണ് കാണുന്നത്, നല്ല കല്ലൊക്കെ ഇട്ട് അടിപൊളി ഒരു വഴി. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഒലിവിയയിൽ നിന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ് പോണേ. പിന്നെ കൂട്ടുകാരനെ ബദുരംഗ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടുകൂട്ടിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ അടുത്ത ബോൾട്ട് പിടിച്ച് നേരെ വീണ്ടും ഗിഡാൻസ്ക്ക്.
ബോൾട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ബോൾട്ടിൽ ഡ്രൈവറും അതുപോലെ തന്നെ മറ്റേ അലക്സാണ്ടറിനെ പോലൊക്കെ തന്നെ നല്ല കമ്പനി. മച്ചാൻ എൻ്റെ അടുത്ത് കാറിൻ്റെ റൂഫിലൊക്കെ നിന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. മച്ചാൻ നല്ല ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിടിലൻ ഡ്രൈവർ. അങ്ങനെ നമ്മൾ അതും ആൾ നല്ല സേഫായിട്ട് വണ്ടി ഓടിക്കണേ. അങ്ങനെ പുള്ളി നമ്മൾ ഗിഡാൻസ്ക് സ്ട്രീറ്റിൽ കൊണ്ട് ഇറക്കി. ഇതാണ് ഗിഡാൻസ്ക് സ്ട്രീറ്റ്. ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം കണ്ട ഗ്ലെയർ തന്നെ ഉണ്ട്, എല്ലാ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും ബാക്കിയുള്ള ലൈറ്റിൻ്റെ ഒക്കെ ഗ്ലെയർ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കി. അവിടെ വലിയ കുഴപ്പമുണ്ടായില്ല, അങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നൈറ്റ് ലൈഫിൽ ടൂറിസ്റ്റേഴ്സ് കൂടുതലുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, എല്ലായിടത്തും സ്ട്രിപ്പ് ക്ലബ്ബാണ്. എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മൾ സ്ട്രിപ്പ് ക്ലബ്ബിലേക്ക് വെൽക്കം ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ആരും നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഞാൻ ഒഴിവായി. കാരണം സ്ട്രിപ്പ് ക്ലബ്ബിലൊക്കെ പോയി വെറുതെ പൈസ കളയേണ്ട കാര്യം. അങ്ങനെ പറ്റാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതാണ് നിങ്ങൾ കാണേണ്ട ഗൈസ്. ഒന്നും തോന്നരുത്, ഇതിൻ്റെ ഒരു കുന്താളിപ്പാണ്. ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. അതിൻ്റെ ഗ്യാപ്പിലാണ് ഇതൊക്കെ എടുത്തത്. അങ്ങനെ ഗിഡാൻസ്ക് എന്ന് പറയുന്നത് നീണ്ട് നിവർന്ന് കിടക്കാണ്. ഞാൻ വിചാരിച്ചത് വ്രോക്ലോയും വാർസോയാണ് ഈ പോളണ്ടിലെ ഏറ്റവും വലിയ സിറ്റി എന്ന്. അതൊന്നല്ല, അതിനൊക്കെ അപ്പുറത്ത് അങ്ങനെയൊക്കെ വെല്ലണ സാധനമാണ് ഗിഡാൻസ്ക്. ഗിഡാൻസ്ക് ചുമ്മാ തീ എന്നൊക്കെ പറയില്ലേ, കാട്ട് തീയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്ട്രീറ്റ്. അതായത് മൊത്തത്തിൽ. ഇനി മച്ചാൻ്റെ കുറച്ച് കലാപരിപാടികളാണ് നമുക്ക്. അങ്ങനെ മച്ചാൻ്റെ ഗിറ്റാർ വായനാണ്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. അവിടെ എല്ലാവരും പോയിട്ട് സൈൻ ചെയ്യണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനൊരു പയ്യൻ്റെ അടുത്ത് ചോദിച്ചു. ആ ബ്രോ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സൈൻ അവിടെ നമ്മുടെ പേര് സൈൻ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു ആ പേപ്പറിൽ. ആരും എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. ഞാൻ ആ ഗിറ്റാറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സോളിഡാരിറ്റി ഒക്കെയാണെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ചെറിയ രീതിയിൽ ഇഷ്ടമായ ഗിറ്റാർ വായന. എനിക്ക് മൊത്തം കാണാൻ പറ്റിയില്ല അത്. കാരണം എൻ്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. പക്ഷെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് പുള്ളിക്കാരന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു സൈനൊക്കെ ഇട്ട് നൈസായിട്ട് അവിടെ കുറച്ച് മാപ്പൊക്കെ ഇരിക്കണ്ടായി. അതൊക്കെ കണ്ട് നൈസായിട്ട് ഒരു സൈനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരിക്കായിരുന്നു. അങ്ങനെ നൈസായിട്ട് ഗിഡാൻസ്ക് നല്ല രീതിയിൽ ആസ്വദിച്ച്, ഗിഡാൻസ്ക് മൊത്തം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. ഇനിയൊരു ട്രിപ്പ് വീണ്ടും ഗിഡാൻസ്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അങ്ങനെ അവിടുന്ന് കൂട്ടുകാരൻ്റെ റൂമിൽ ചെന്ന് സാധനങ്ങളെടുത്ത് നേരെ എൻ്റെ റൂമിൽ, റെഡയിലുള്ള റൂമിൽ വന്നു. ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങി. മൊത്തം ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം പിന്നെ മൊത്തം ക്ലീൻ ആണോന്ന് വീണ്ടും നോക്കി. കാരണം നമ്മൾ ആരെയും പറയിപ്പിക്കാൻ നിൽക്കരുതല്ലോ. നമ്മൾ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട്. അങ്ങനെ മൊത്തം ക്ലീൻ ആണോ നോക്കി ചെക്ക് ചെയ്തിട്ട് മൊത്തം അവിടുന്ന് എല്ലാ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറ്റി. അങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ട്രെയിൻ പിടിച്ച് നേരെ ഗിഡനിയ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഗിഡനിയ റെയിൽവേ സ്റ്റേഷനിൽ വേറൊരു മച്ചാനെ പരിചയപ്പെട്ടു, ഒരു കബാബ് ഷോപ്പിലുള്ള ബ്രോ. മച്ചാൻ ബംഗ്ലാദേശിയാണോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ബംഗ്ലാദേശിയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും എൻ്റെ കയ്യിലെ മറ്റേ ജിമ്പലും കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്തിരിക്കണുണ്ടെങ്കിൽ മച്ചാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ വീഡിയോ എടുത്താൽ കുഴപ്പമൊന്നുമില്ലാന്ന്. അങ്ങനെ നൈസായിട്ട് പുള്ളിയുടെ പെർമിഷനൊക്കെ മേടിച്ച് നൈസായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ മിഷേലിലാണ് കബാബ് കെട്ടുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലും അറേബ്യയിലൊക്കെ ഞാൻ കണ്ടത്, അത് മീൻസ് അറേബ്യ എന്ന് ഉദ്ദേശിച്ച മിഡിൽ ഈസ്റ്റ് ഉണ്ടോ. ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു കുറച്ച് ആൾ. അപ്പോൾ ഞാനവിടെ കണ്ടത് കത്തിയും കൊണ്ടൊക്കെയാണ് മുറിക്കാൻ കണ്ടാണ്. ഞാൻ ഇവിടെ എല്ലായിടത്തും മെഷീനും കൊണ്ട് മുറിക്കാൻ കണ്ടാണ്. പിന്നെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അപ്രിഷിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ മച്ചാൻ അത് കീറി മുറിക്കണ കണ്ട് നൈസായിട്ട് ഇരുന്ന് ആ വീഡിയോസ് എല്ലാം നല്ല കിടലിനായിട്ട് എടുത്ത് അങ്ങനെ കബാബൊക്കെ മേടിച്ച്. അത് ഈ കാണുന്നതാണ് ഗിഡാനിയ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് മൊത്തത്തിൽ അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ട്രെയിൻ ടൈം ആയതുകൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഗിഡാനിയെന്ന് ട്രെയിൻ കയറിയത് വ്രോക്ലോയിലേക്ക് വീണ്ടും പോകാനാണ്. വ്രോക്ലോ ചെന്നിട്ട് വേണം അടുത്ത ട്രെയിൻ പിടിച്ച് ഞാൻ താമസിക്കുന്ന സിറ്റിയിലേക്ക് വരാനായിട്ട്. ഇനി പോളണ്ടിലും ബാക്കി യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന മലയാളികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോളണ്ടിൽ ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പോണ ജേണിയുടെ 4 ദിവസമെങ്കിലും മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ കമ്പാർട്ട്മെൻറ്റിൻ്റെ സീറ്റിലൊക്കെ ഇരുന്നിട്ട് പുറത്തെ വരാന്തയിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ സപ്പോർട്ടിലേക്ക് പിന്നെ ഗിഡാൻസിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നത്, പക്ഷേ തിരിച്ചു പോയപ്പോൾ ചെയ്തില്ല. കാരണം ഞാൻ വിചാരിച്ചു സീറ്റ് കിട്ടുമെന്ന്.
അങ്ങനെ എനിക്കൊരു പണി കിട്ടി. ഞാനങ്ങനെ പുറത്തൊക്കെ ഇരുന്നാണ് വാഗണിൻ്റെ പുറത്തിരുന്നിട്ടുള്ള സീറ്റിലിരുന്നിട്ടാണ് നമ്മൾ വരാന്തയിലേക്ക് ചെറിയ സീറ്റ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ട്രെയിന്. അങ്ങനെ അവിടെ ഇരുന്ന് നൈസായിട്ട് പുറത്തെ വീഡിയോ ഒക്കെ കണ്ട് എയറൊക്കെ ആസ്വദിച്ച് നൈസായിട്ടാണ്. അതും ഒരു നല്ല അനുഭവമാണ് ഇങ്ങനെ പാഡി ഫീൽഡൊക്കെ കണ്ട് പോകാനായിട്ട്. പക്ഷേ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക, ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് സൈനിങ് ഔട്ട് ഫ്രം ഇൻ്റർസിറ്റി പോളിഷ് ട്രെയിൻ ബൈ യുവർ കേരള ബോയ് ദ ഫാബ് മേഡ് ഇൻ ഇന്ത്യ Chinguya Barso. Thank you so much everyone watching this video.